അന്വേഷണം നല്ല നിലയിലേക്ക് നടക്കുന്നുണ്ട്. ഒന്നുകിൽ ജീവനോടെ അല്ലെങ്കിൽ അവന്റെ ബോഡിയോട് കൂടിയിട്ട് എളുപ്പത്തിൽ പിടിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഏതു വിധേനയും പിടിക്കും, വേണ്ടി വന്നാൽ എന്താണോ പോലീസിന് ചെയ്യാൻ കഴിയുക അതിന്റെ പരമാവധിയിൽ പോകും. അത് ഉറപ്പായിട്ട് ചെയ്തിരിക്കും. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അവനെ പിടിച്ച് കൊണ്ടുവരണം നമുക്ക്. അതിനെയാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇനിയിപ്പോ അയാൾ അക്രമകാരിയായ ഒരു കൊലയാളിയാണെങ്കിൽ അയാളെ ഷൂട്ട് ചെയ്യാൻ പോലും പോലീസ് സജ്ജമാണ്. ഷൂട്ട് ചെയ്യാൻ അത് നിയമപരമായി കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ, എങ്കിൽ പോലും വിടാൻ തീരുമാനിച്ചിട്ടില്ല. അയാളെ കൊണ്ടുവരിക, നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കുക. ഇനി അവന്റെ മൃതശരീരമാണ് ലഭിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് കൊണ്ടുപോവുക. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടാണ് പോലീസ് ടീമാണെങ്കിലും ജനങ്ങളാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഇപ്പൊ അന്വേഷണം. ഈ പ്രദേശത്ത് ഭയങ്കരമായ ഭീതിയുണ്ട്. കാരണം ഇദ്ദേഹം സ്വന്തം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കൊന്നുകളയുന്ന ആളാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അന്ധവിശ്വാസം, മുടി നീണ്ടയാൾ എന്നെ ദ്രോഹിച്ചു, മറ്റേയാൾ ദ്രോഹിച്ചു, അത് ആരോട് വേണമെങ്കിലും അയക്കാ ദേഷ്യം ഉണ്ടാവും, ആരെയും കൊല്ലാം. അതൊരു വല്ലാത്ത അന്തരീക്ഷം ആ നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? അല്ല, യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ കക്ഷി ഇവിടെ വന്നതിന് ശേഷം അവിടെയുള്ള നാട്ടുകാരോടൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ട് സ്ത്രീകളോടും ഒക്കെ പോകുമ്പോൾ സംസാരിച്ചിട്ട് പോവാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മൈൻഡ് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നല്ല ഇവൻ വീട്ടിനകത്ത് തന്നെ എടുത്ത് നോക്കി കാണാൻ കഴിയും. അതിഭക്തി കൂടിയതിന്റെ ഒരു ഇതാണ്, ഭ്രാന്തമായ ഇതിലാണ്. ഏതോ ഒരു സ്വാമിയാണ്, നീളം കൂടിയ പെൺകുട്ടിയാണ് ഈ നിന്റെ കുടുംബജീവിതം തകർത്തു എന്ന രൂപത്തിലേക്കുള്ള ഒരു വർത്താനം പറഞ്ഞ് മുടി അന്വേഷിച്ച് നടന്നു ആദ്യം. അങ്ങനെയാണ് ആ പാവപ്പെട്ട സജിതയെ ആദ്യം കൊലപ്പെടുത്തുന്നത്. പിന്നീട് രണ്ട് കുടുംബത്തിലെ രണ്ടംഗങ്ങളെ ഇനി അത് അനുവദിക്കുന്നില്ല. ഏത് വിധേയനെയും പിടിക്കുക മാത്രമല്ല, ജനങ്ങളുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സമീപനം അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും. നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ കൊടുപ്പിക്കാനുള്ള ഏർപ്പാടാണ് നമ്മൾ നോക്കുന്നത്. MLA ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ഇവിടെ ഇയാൾ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ജാമ്യം കിട്ടി. അപ്പൊ അങ്ങനെ പോലീസിന് അറിയാമായിരുന്ന ഒരാളെ വേണ്ട നിലയ്ക്ക് മോണിറ്റർ ചെയ്തില്ല, നിരീക്ഷിച്ചില്ല, അയാൾ സർവൈലൻസിൽ ഉണ്ടായിരുന്നില്ല എന്ന വിമർശനം ഉണ്ടല്ലോ. ഇപ്പൊ ADGP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2020 മുതലാണ് ഇത്തരം ഒരു റിപ്പോർട്ടും കാര്യമൊക്കെ വന്നത്. അത് ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോലീസ് സേനയിൽ ഒരു വലിയ വിന്യാസം നടന്നല്ലോ. സ്വാഭാവികമായിട്ടും പുതിയതായിട്ട് വന്ന ആളുകൾ അതിൽ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇപ്പൊ ഇവന് ജാമ്യം കിട്ടിയതിന്റെ റിപ്പോർട്ട് കിട്ടിയില്ല. കാരണം ഇതെല്ലാം ലൈസൻസ് ഓഫീസിലാണ്, ജില്ലാ ഓഫീസിലാണ് കിട്ടിയത് എന്നാണ് കേട്ടോ ഇവിടെ സ്റ്റേഷനിൽ നിന്ന് അറിയുന്നത്. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പിന്നെ ഇന്നത്തെ ഗവൺമെന്റിന്റെ കാലത്ത് പിന്നെ ആ സർവീസിലോ അല്ലെങ്കിൽ ആ സ്റ്റേഷനിലോ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? അതിനൊക്കെ നല്ല കഴിവുള്ള ഒരു ഗവൺമെന്റാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആത്മവിശ്വാസത്തോട് പറയുന്നത്, ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ആവശ്യമായ നടപടി എടുക്കേണ്ട ആളുകളെ ഏത് വിധേനയും നടപടി എടുക്കും. അതിനും ഒരു തർക്കമൊന്നുമില്ല. ഒരു ജീവനം കൊണ്ട് പന്താടാനൊന്നും ആരും അനുവദിക്കുന്നില്ല. ആ കുഞ്ഞുങ്ങളുടെ കരച്ചിലിനോടൊപ്പമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആശങ്കപ്പെടുന്ന ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത്. അല്ലാതെ ഈ കൊലയാളിയെ സംരക്ഷിക്കലല്ല ഞങ്ങളുടെ ചുമതല. അവൻ ഏത് വിധേനയും പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. അതല്ലെങ്കിൽ ജനങ്ങൾ അവിടെ അത് ഏറ്റെടുക്കുകയും ചെയ്യും. അതിനൊക്കെ നല്ല ടീമുള്ള സ്ഥലമാണ് അവിടെ. നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്തതുകൊണ്ട് പറയാതിരിക്കുന്നു. ശരി. താങ്ക് യു MLA. എന്തായാലും ഏതു വിധേനയും ഈ പ്രതിയെ പിടികൂടുക എന്ന ഉത്തരവാദിത്തമാണ് പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടിയെടുത്ത് തന്നെ പോകും ഈ സർക്കാർ എന്ന് കൂടി അദ്ദേഹം പറയുകയാണ്. നന്ദഗോപാൽ തുടരുന്നുള്ളൂ. നന്ദഗോപാൽ, ഒരു പ്രത്യേക ഏരിയ മാർക്ക് ചെയ്ത് അവിടെ പരിശോധിക്കുകയാണോ ഇപ്പോൾ ചെയ്യുന്നത്, അതോ കാർഡടച്ചുള്ള പരിശോധനയാണോ? കാടടച്ചുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത് എന്നുള്ളത് വേണം പറയാൻ. നേരത്തെ MLA ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശം പൂർണ്ണമായും നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ചന്താപരൻ എന്ന് പറയുന്ന പ്രതി. ഇയാൾ എവിടെ വേണമെങ്കിലും പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ നെല്ലിയാമ്പതിയോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്, മലകളുണ്ട്, കാടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇദ്ദേഹത്തിന് പോകാൻ പറ്റും. ഇതിന് പരിസരത്തൊക്കെ പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ സംഘം തിരിഞ്ഞ് ആണ് 30-ലധികം സംഘങ്ങൾ ആണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തുന്നത്. ഒപ്പം ഈ പരിസരം നന്നായി അറിയുന്ന മറ്റു നാട്ടുകാരും ഈ പരിശോധനയ്ക്കൊപ്പം ഉണ്ട്. പോലീസിന് സഹായം. ഒറ്റ സെക്കൻഡ് നന്ദഗോപാൽ, ഞാൻ ഇപ്പൊ വരാമേ.